എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്ക വരട്ടാൻ പോവുകയാണ്. അതിന് 2 ചക്ക, ചെറിയ 2 ചക്കയാണ്. അപ്പോൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വലിക്കുന്ന സമയത്ത് താഴെ വീണത് കൊണ്ട് ഒന്ന് അളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ. കുറച്ചൊക്കെ അതിൻ്റെ ഇടയിൽ കഴിക്കുകയും ചെയ്തു. കുട്ടികൾ കഴിക്കില്ല, ഞാനും കഴിക്കും. എനിക്കിഷ്ടമാണ്. പിന്നെ ചക്കക്കുരുവൊക്കെ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും എടുക്കാൻ പറ്റും, കൂട്ടാൻ വയ്ക്കാനൊക്കെ എടുക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ചക്ക കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ചക്ക കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരെ അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ സാധാരണ നമ്മൾ മിക്സർ ജാറിലിട്ട് അരയ്ക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ ഞാൻ ചെയ്യണില്ല. അപ്പോൾ പിന്നെ അടുത്ത അടുപ്പിൽ വെള്ളം ഒരു 10-12 മേലെ ഉണ്ടാവും. വെള്ളം ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ പാനിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചക്ക വേവിച്ചതും വെച്ചിട്ടുണ്ട്. 3 വിസിൽ അടുപ്പിച്ചത് കൊണ്ട് തന്നെ ഒരുവിധം നല്ല പഴുത്ത ചക്കയായിരുന്നല്ലോ. ഒരുവിധം ഇത്തിരി ഇങ്ങനെ ഒന്ന് തൊടുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇത് അമർന്നു പോണ രീതിയിൽ, അളിഞ്ഞു പോണ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് മിക്സർ ജാറിലിട്ട് അരയ്ക്കാൻ നിൽക്കണില്ല. ഒന്നാമത് സമയമില്ല, സ്കൂൾ തുറക്കുന്ന സ്കൂളിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ടൈം അധികം ഇല്ലാത്തതുകൊണ്ടാണ് നിൽക്കാത്തത്. കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കാത്തവണമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഉരുളി വെച്ചിട്ടുണ്ട്, വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. പാനി അവിടെ ആകുമ്പോഴേക്കും നമുക്കിത് വെള്ളം ഊറ്റി മാറ്റിയിട്ട് ഉരുളി ഇട്ട് കൊടുക്കാം. വെള്ളമുണ്ട് അതിൽ, വെള്ളം ഒഴിച്ചിട്ടാണല്ലോ വേവിച്ചത്, അതുകൊണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അത് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വെന്തുടയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി ചക്ക ഇതിലേക്ക് വെള്ളം ഊറ്റി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടപ്പോൾ അതിൽ വെള്ളം മുഴുവൻ പോയില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ട്. ആ വെള്ളവും കൂടി ഊറ്റി മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ശർക്കര പാനി ഇടേണ്ടതല്ലേ, കാരണം വെന്ത ചക്കയാണല്ലോ ഒരുവിധം. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം പിന്നെ ഊറ്റി മാറ്റി. ഇനി നമുക്ക് പഞ്ചസാര പാനിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരിച്ചിട്ട് ഇതിൽ ആവശ്യത്തിന് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ നമുക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. കുറച്ചും കൂടി ഉണ്ട്, അത്ര ഫുൾ എടുത്തിട്ടില്ല. ഇതിന് നന്നായിട്ട് ഇളക്കി ആ പാനിയെല്ലാം അത് ചക്കയുടെ കൂടെ ചേർന്ന് ഒഴിച്ച് വരുന്ന വരെയും അത് ആ ചക്ക കാണില്ല ഒന്ന് ഉടയണ വരെയൊക്കെ ഇളക്കുക. അരച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയും എന്നാലും വേണം, കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാ ശർക്കര പാനിയൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് ഇടാൻ വിചാരിച്ചിട്ട് ലൈവ് ഇട്ടു. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ ഇല്ല. അപ്പോൾ അതൊന്ന് വെള്ളം വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കുറുകി അത് ഒന്നിച്ച് യോജിച്ച് ഇങ്ങനെ ഉരുണ്ട് വരും. ഇതിപ്പോൾ പല വിധമായിട്ടല്ലേ കിടക്കുന്നത്, കണ്ടോ. ഇനി അത് ആയി തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് കുറുകി ഉണ്ടയായിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കും. ഉരുളി കിടന്ന് ഉരുണ്ട് കളിക്കും. ഇതാ കണ്ടോ. ഞാൻ ഇടയിൽ ലൈവ് പോയപ്പോൾ അതൊക്കെ ലൈവിൽ ഇളക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. ഇനി ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത്. നെയ്യൊക്കെ 2-3 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആറിയ ശേഷം ഒരു പാത്രം, നല്ല വൃത്തിയുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഇലയട ഉണ്ടാക്കാനൊക്കെ എടുക്കാം, പായസം ഉണ്ടാക്കാനും ഒക്കെ എടുക്കാം. അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇപ്പോഴും കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുട്ടികൾക്ക് ചക്ക കഴിക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ചക്കട ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കും. അപ്പോൾ ഞാനതാണ് ഇങ്ങനെ ചെയ്യണത്, വരട്ടി വയ്ക്കുന്നത്. എന്താണെന്നറിയില്ല, അവർക്ക് ചക്ക അത്ര താല്പര്യമില്ല. ആദ്യമേ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. ഞങ്ങളവിടെയൊന്നും ചക്ക വാങ്ങി കഴിക്കലുണ്ടായില്ല, അതാണോന്നറിയില്ല, അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.